അപ്പം നമുക്കത് കൂടുതൽ എടുക്കാൻ പോവാം. അപ്പം അതിൽ സൈലൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ആ മൂട്ടിൽ നല്ലപോലെ അനങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗൈസ് മീൻ കിടപ്പുണ്ട്. എൻ്റെ മോനെ ഗൈസ് നമ്മളിത് ഇന്നത് ചൂണ്ടയിടാനായിട്ട് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിടാൻ പോവില്ല. നമ്മൾ ഫിഷ് ട്രാപ്പിൻ്റെ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ നമ്മളിത് ഇവിടെയൊക്കെ പോളയൊക്കെ വാരി ഫുള്ള് തെളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ വേണമെന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിത് അവിടെ ഫിഷ് ട്രാപ്പ് ഇരിപ്പുണ്ട് നമ്മുടെ അതാണ്ട് അപ്പോഴും വെക്കുന്ന സ്പോട്ടിൽ. അപ്പം 2-3 ദിവസത്തിന് മുമ്പ് നമ്മൾ കുറച്ച് വെച്ചപ്പോൾ ഒരു 2-3 മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതും കൂടെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൂടുതലും കൊണ്ട് വെച്ചിട്ട് പിറ്റേ ദിവസം പോയിട്ട് നോക്കാം വല്ല മീൻ വല്ലതും കിട്ടുമോ. കൂടുതൽ വെച്ച് നോക്കാം, വല്ല മീൻ കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് ഒരു വരാൽ ഓടി ഗൈസ്. ഇവിടുന്ന് ഒരു വരാൽ ഓടിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഇന്ന് കൂടുവല വെച്ചായിരുന്നു. കൂടുവലയിൽ വരാതെ എന്താ കയറിയിട്ടുണ്ട്. നമ്മളിവിടെ കാസ്റ്റിങ്ങിന് വന്നപ്പം കണ്ടതാ. കൂടുവല കിടന്ന് അനങ്ങുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്തു സംഭവം. നമ്മുടെ കൂടുവല നമ്മൾ തൊല്ലി എടുത്തിട്ടുണ്ട്. മീനാണെന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇറങ്ങി നോക്കാം. എൻ്റെ മോനെ ഗൈസ് ഒരു 3-4 വരാൽ കിടപ്പുണ്ട്. അപ്പം നമുക്ക് രാത്രി തന്നെ എടുത്തേക്കാം. എന്നിട്ട് നാളെ നോക്കാം അടുത്ത വരാലും എല്ലാം കിട്ടുമെന്ന്. നമുക്കറിയാമായിരുന്നു ഗൈസ് രാത്രി മീൻ കയറുന്നു. അപ്പം നമ്മുടെ കൂടുവലേ മീൻ കിടപ്പുണ്ട്. അപ്പം നമുക്ക് എടുക്കാം. എൻ്റെ മോനെ സൈസ് വരാല്. ഞാൻ പറഞ്ഞില്ല കൂടുതൽ വെച്ചാൽ നമുക്ക് മീൻ കിട്ടും. എൻ്റെ മോനെ വരാല ചേർന്നില്ല. 2 ആമയുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് മീൻ എടുക്കാം. അവിടെ തൊല്ലി റെഡിയാക്കി വെക്കാം, ഇല്ലെങ്കിലേ സാധനം പോകും.
രാവിലെ എടുക്കാമെന്ന് പറഞ്ഞിരുന്നേ, പക്ഷേ രാവിലെ എടുത്താൽ ആമയുള്ളതുകൊണ്ട് വല കണ്ടിച്ച് അവന്മാർ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാത്രി തന്നെ നമുക്ക് മീൻ എടുക്കാം കേട്ടോ. പിന്നെ കുറേ പേരുണ്ട് പറയുന്നുണ്ട് നമ്മൾ മീനെ കൂടുവല കൊണ്ട് ഇട്ടിട്ട് എടുക്കുന്നതാണ്. നമുക്ക് കിഴപ്പല്ലേ രാത്രി കൂടുവല കൊണ്ട് മീനിട്ടിട്ട് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി. ഇപ്പം വെള്ളം ഇപ്പുറത്തെ തോട്ടിൽ നിന്ന് അപ്പുറത്തെ തോട്ടിലോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് മീൻ കിട്ടും. ജസ്റ്റ് നമുക്ക് ആമച്ചാരനെയോ എടുത്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ആമയെ കാണിച്ചു തരാം. ഇതേ ആമയെ കണ്ട. അപ്പോൾ ആമയെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ ആമ. ഇത് വെള്ളാമ, മറ്റേത് പാറാമ. ഇത് പാറാമ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, രാത്രിയിലായതുകൊണ്ട് ഇത്തിരി പാടാം. നമുക്ക് ഫസ്റ്റ് വരാലിനെടുക്കാം. ഫസ്റ്റ് വരാൽ നമ്മൾ തൊല്ലിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരാമ ഇഴഞ്ഞു പോയി കേട്ടോ ഗൈസ്. നമുക്ക് ഇവനെ എടുത്ത് കളഞ്ഞേക്കാം. രണ്ടാമത്തെ വരാൽ. ഇപ്പം പോയാനോ ഗൈസ്. എൻ്റെ മോനെ സൈസ് വരാലോ കേട്ടോ. രണ്ടാമത്തെ വരാലും കയറിയിട്ടുണ്ട്. ഹെവി വരാല. ഞാൻ കരക്കി എന്നിട്ട് കാണിച്ചു തരാം. ഇനിയുണ്ടെന്ന് തോന്നുന്നു വരാല്. ഇനി ആമയുണ്ട്. ആമച്ചാരന്മാർ കുറേ ഉണ്ട് കേട്ടോ. ദാ ഒരാമയെ കണ്ട, എടുത്ത് കളയട്ടെ. ദാ അടുത്ത ആമ. ഇനിയുണ്ട് ഗൈസ് ആമ. അതെ ആമയുടെയൊക്കെ സൈസ് കണ്ട. പാറാമ കേട്ടോ, പാറാമ. അതെ ഇത് കണ്ട. അതെ വരാൽ ഇവിടെ കിടപ്പുണ്ട്. ഇനിയുണ്ടെന്ന് തോന്നുന്നു ആമ. കിടപ്പുണ്ട്. എൻ്റെ മോനെ ഇത് പോയി വിഷയാമ. ഈ ആമയുടെ വലിപ്പം കണ്ടോളെ. കയ്യിലിട്ട് മാന്തുന്നു. ആമ നിറച്ചുണ്ട് കേട്ടോ. അയ്യോ ഈ ആമയുടെ സൈസ് പോയിക്കേ. ഇത് കണ്ടതേ മുട്ടൻ ആമയെന്ന് പറഞ്ഞാൽ പോരാ, നല്ല സൈസ് ആമ. തല പോയിക്കേ. ഇനിയും വരാലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ടിടാം. ഓ ഇനി വരാലില്ല, ആമച്ചാരം വരാട്ടോ. വരാൽ രണ്ടെണ്ണം ഉള്ളായിരുന്നു. ആമ എടുത്തിട്ട് തീരുന്നില്ല ഗൈസ്. എൻ്റെ അടുത്ത ആമ. ഇവന്മാരെ കളഞ്ഞില്ലെങ്കിലേ നാളെ വല കണ്ടിച്ച് കളയും ഇവന്മാർ. നമ്മുടെ വല കണ്ടിച്ചിട്ട് നമ്മൾ തയ്ച്ച് വെച്ചതാണ് രണ്ടാമത്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം നമ്മൾ രാത്രി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുവലയുടെ വീഡിയോ എടുത്തത്. എന്താ കൂടുവല വേണ്ടവർ ഞാൻ മേളിൽ കൊടുത്തേക്കാം, അഫ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൂടുവല കെട്ടി വെച്ചിട്ട് ഒന്നും കൂടെ എടുത്ത് വെള്ളത്തിയിടാം. എന്നിട്ട് നാളെ നോക്കാം അടുത്ത മീൻ വല്ലതും കിട്ടുമെന്ന്.
അപ്പോൾ നമുക്ക് കൂടുതൽ വെച്ചേക്കാം. നാളെ വല്ലതും കിട്ടുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് വെക്കുമ്പോൾ പക്കായിട്ട് വെക്കണം. അപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ വല്ലതും കിട്ടുമോ നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ മീനെ കരക്കൂട്ടി നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. 2 വലിയ വരാലാണ് കിട്ടിയിരിക്കുന്നത്. വരാലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു 800 ഗ്രാം കാണും ഒരു വരാൽ. ഇതാ ഇപ്പം ജസ്റ്റ് നമുക്ക് കരക്കൂട്ടിയില്ല. ഇവിടുന്ന് പോകണമെങ്കിൽ ഇച്ചിരി പാടാ. ഈ കാട്ടിൽ കൂടെ കയറി ഇറങ്ങിപ്പോണം. വെട്ടവും പിടിച്ച് ഒരു കയ്യിൽ നമ്മൾ വന്നപ്പോൾ എന്താണ്ട് ഇവിടുന്ന് വരാൽ ഓടിയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ കൂടുതൽ വെക്കാൻ വന്നപ്പം ഇവിടുന്ന് ഒരു വരാൽ ഓടി. ഇപ്പം ജസ്റ്റ് നമുക്ക് വരാലിനെ അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. ചുമ്പ് കൂടുതൽ കിട്ടിയ വരാലിനെ കണ്ട ഇതേ സാധനം കണ്ട അതേ കാണിച്ചില്ല. ഇതാണ് നമുക്ക് രാത്രി കിട്ടിയ. രാവിലെ 7 മണിയായിട്ടുണ്ട്. നമുക്ക് ഫിഷ് ട്രാപ്പ് പോയി നോക്കാം വല്ലതും ഉണ്ടോന്ന്. നമ്മൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് പോയി പല്ല് വെച്ച് ചായ കുടിച്ചിട്ട് ഫിഷ് ട്രാപ്പ് പോയി നോക്കാം വല്ല മീൻ വല്ലതും ഉണ്ടോന്ന്. നമുക്ക് പല്ല് കഴിച്ചിട്ട് കൂടുതൽ നോക്കണം. ചായ കുടിച്ചിട്ട് പോയി കൂടുതൽ നോക്കണം. അങ്ങനെ കൂടുതൽ അവിടെ ഒരു പൂണ്ട് ഇതാ നമുക്ക് എടുക്കണം കേട്ടോ. ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട് നോക്കാം. ചായ കുടിച്ചിട്ട് കൂടുതൽ എടുത്ത് നോക്കാം വല്ലതും ഉണ്ടോ നോക്കാം. ഗായ്സ്, നമ്മളെ പുറകിലെ തോട്ടിൽ നമ്മൾ വന്നപ്പോൾ രാവിലെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വരാൽ വാർപ്പുമായിട്ട് നിൽക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞത് നമുക്ക് കൂടുതൽ എടുക്കാനുണ്ട്. അങ്ങനെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളവിടെ നോക്കി നിൽപ്പാണ് ഈ വരാലിനെ കണ്ടത്. കുറച്ചങ്ങോട്ട് മാറി വരാലായിരുന്നു. അപ്പം നമുക്കത് കൂടുതൽ എടുക്കാൻ പോവാം. അപ്പം അതിൽ സൈലൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ആ മൂട്ടിൽ നല്ലപോലെ അനങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മീനുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിലെന്തൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു. ഇതേ ഞാൻ കൂടുതൽ പൊക്കി ഇങ്ങോട്ട് തരാം. ഗൈസ്, മീൻ കിടപ്പുണ്ട്. എൻ്റെ മോനെ, സൈസ് മീൻ കിടപ്പുണ്ട്. അവിടെ നമുക്ക് കരക്ക് നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നിറച്ച് വരാൽ. ഇത് വിയറ്റ്നാമി വരാല കേട്ടോ. മരെല്ലാം കൂടെ വലക്കാത്ത് കയറിയിട്ടുണ്ട്. അവിടെ പൊക്കിക്ക് അവിടെ വല തട്ടി വരെ. നമുക്ക് കരക്ക് എന്നിട്ട് മീനെ കാണിച്ചു തരാം. ആ, ഇവിടെ വെച്ചാൽ മതി. നിറച്ച് വരാൻ ഞാൻ ജസ്റ്റ് കുടഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് പാത്രം വെള്ളം പറ്റാറുണ്ട്. വെള്ളം പറ്റായോണ്ട് കയറിയില്ല. ഇത്ര വരാല് ഇപ്പുറത്തെ തോട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് എല്ലാ മീനും കൂടി ഇതിനകത്തോട്ട് കയറി. ചെമ്പല്ലിയും കിടക്കും. ഒരു വരാല് ചത്ത് കിടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. നിറച്ച് വരാല് കൂടുതലായി. നമുക്ക് ഇവന്മാരെ കൊണ്ട് കൊടുക്കണം. എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അത് ഒരാമയുണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇനിയും വരാൻ
നമുക്ക് കിട്ടിയ വരാലിനെ കണ്ടറിയാം. ഇനി ബോക്സിലോട്ട് പിടിച്ചിട്ട്, അതായത് ചെമ്പല്ലി വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ്. വരാലിൻ്റെ ഒക്കെ വലിപ്പം കണ്ട. ഒരാമിക്കുന്നുണ്ട്. ഈ വീഡിയോ ഒരു 1,00,000 വ്യൂസെങ്കിലും കയറുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം ഇത്രയും പാടുപെട്ട് നമ്മൾ എടുത്തൊരു വീഡിയോ. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരാലിനൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അടിയിൽ വന്ന് നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാലിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇത് നാടൻ വരാലും ഉണ്ട്, മറ്റേ വരാലും ഉണ്ട് കേട്ടോ. ഈ ചെമ്പല്ലിയുടെ വലിപ്പം നോക്കി, നല്ല മുട്ടൻ ചെമ്പല്ലി. ഇത് കണ്ടോ, ഇതുണ്ടോ ബോക്സ് നിറയാറായി. ഇത് നോക്കിക്കേ, ഇത്ര മീൻ കയറിയിട്ടുണ്ട്. എന്തോരം ഉണ്ടെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒരാമ ഇരിക്കുന്നുണ്ട്. അതാ അപ്പോൾ ഇവനെ നമ്മൾ എടുക്കുന്നില്ല. ചിലവർക്ക് നമ്മൾ ആമേനെ എടുക്കും. അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് ഇതാണ്. അപ്പം ജസ്റ്റ് നമുക്ക് ആമയെ കളഞ്ഞേക്കാം. നമുക്ക് ഈ മര കൊടുത്താലും കിട്ടുമെന്ന് അറിയത്തില്ല. അതെ, ആമയെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വരാലിനെ കൊണ്ട് സെയിൽ ആയി എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. വരാലിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രണ്ട് 4 സെക്കൻഡ് തൂക്കാം. ചാനലുണ്ട് അതിനകത്ത്. നമ്മൾ വരാലിനെ വിട്ടിട്ടുണ്ട്. അപ്പം സുനിച്ചേട്ടന് ഒരു 90 അങ്ങോട്ട് ഗൂഗിൾ പേ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. വരാൽ കൊടുത്തല്ലേ പോകുന്നു.